വെള്ളാപ്പള്ളി നടേശനെതിരായ പ്രകോപന പരാമർശത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഹിന്ദു ഐക്യവേദി രംഗത്ത് എണ്ണത്തിന്റെ വണ്ണം കണ്ട ഹാലാണ് എങ്കിൽ അത് വേണ്ട എന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ. ഇത് പാകിസ്ഥാനും ബംഗ്ലാദേശും അല്ലെന്നും ഭാരതമാണെന്നും പോസ്റ്റിൽ ഓർമ്മിപ്പിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് അവാർഡും ക്യാഷും നൽകുമെന്ന കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂറിന്റെ വിദ്വേഷ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയാണ് ശശികല ടീച്ചറുടെ മറുപടി. വിവരങ്ങൾ ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, വളരെ നിർണായകമായ ഒരു പ്രതികരണമാണ് ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവിന് എണ്ണത്തിൽ അല്ലെങ്കിൽ വണ്ണം കണ്ട ഹാലാണ് എങ്കിൽ അത് വേണ്ട, ഇത് ഭാരതമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ശശികല ടീച്ചർ നടത്തിയിരിക്കുന്നത്. പറയൂ, മറ്റെന്തൊക്കെ കാര്യങ്ങൾ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു? തീർച്ചയായും വളരെ നിർണായകമായ ഒരു പോസ്റ്റ് തന്നെയാണ് ശശികല ടീച്ചറുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശനെ കൂട്ടം തിരിഞ്ഞുള്ള സംഘടിതമായ ഒരു ആക്രമണമാണ് പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മലപ്പുറം ജില്ലയിലും ഇത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള ഒരു ആക്രമണം വെള്ളാപ്പള്ളി നടേശനെതിരെ ഉണ്ട്. കാരണം വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെതിരെയും രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു. ഇതോടെ വെള്ളാപ്പള്ളി നടേശനെ ഒരു വർഗീയവാദിയായി മുദ്രകുത്താനുള്ള ഒരു നീക്കമാണ് ഇത്തരം സംഘടനകൾ നടത്തുന്നത്. അതിന്റെ ചുവട് പിടിച്ചായിരുന്നു മലപ്പുറം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കൂടിയായ ഹാരിസ് മുതൂർ ഫേസ്ബുക്കിൽ ഒരു വിദ്വേഷ പരാമർശമുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ്. ഈ വർഗീയവാദിയായ വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കണം. ഇങ്ങനെ കരിയോയിൽ ഒഴിക്കുന്ന ആൾക്ക് അവാർഡും പണവും നൽകും എന്നുള്ളതായിരുന്നു പ്രകോപനപരമായ ഈ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായ ശശികല ടീച്ചർ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി മറുപടി ഇട്ടിരിക്കുന്നത്. അതായത് ഇത് പാകിസ്ഥാനും ബംഗ്ലാദേശും അല്ല, ഭാരതമാണ്. എണ്ണത്തിന്റെ വണ്ണം കണ്ട് ഹാലിളകിയാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടതെങ്കിൽ, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പ്രതികരണം നടത്തിയതെങ്കിൽ അത് മനസ്സിൽ വച്ചാൽ മതി, അത് ഇവിടെ നടക്കില്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ അവഗണിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല കരിയോയിൽ വാങ്ങാൻ എന്നുള്ളതും ഈ പോസ്റ്റിൽ കൃത്യമായി തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ കൃത്യമായൊരു മറുപടി തുടരുക. ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. ശശികല ടീച്ചർ, വെള്ളാപ്പള്ളി നടേശനെതിരായ പ്രകോപന പരാമർശത്തിൽ ടീച്ചറുടെ പോസ്റ്റ് നമ്മൾ ചർച്ചയാക്കുകയായിരുന്നു. ഈ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ടീച്ചർ ആഞ്ഞടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ത് തരം പ്രകോപനമാണ് എന്ന് മനസ്സിലാകുന്നില്ല ടീച്ചർ. കാരണം ഇത് സ്വന്തമായി അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതിനൊപ്പം തന്നെ അതായത് കരിയോയിൽ പ്രയോഗം ആരെങ്കിലും നടത്തിയാൽ അവർക്ക് ക്യാഷ് പ്രൈസ് ഒക്കെ കൊടുക്കാമെന്നാണ് വാഗ്ദാനം. ഇത് അഹങ്കാരത്തിന്റെ മൂർത്തിമത് ഭാവമാണ് നമ്മളാ കണ്ടത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഇസ്ലാമിക വികാരം മാത്രം ആളിക്കത്തിച്ച് മലപ്പുറം മുഴുവൻ പാകിസ്ഥാനാണ് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു ജനവിധി മേടിച്ചതിന്റെ അഹങ്കാരമാണ് കാണിച്ചത്. അദ്ദേഹം ഒരു മതമൗലികവാദ സംഘടനയുടെ നേതാവല്ല. ഇന്ത്യൻ നാഷണൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണ് അവരെന്നാണ് പറഞ്ഞത്. കാര്യം അതും ഇതും നമ്മൾ അജഗജാന്തരം ഉണ്ടെന്നുള്ളത് വേറെ കാര്യം. പേര് മാത്രമേ ഉള്ളൂ. അതിപ്പോ ഇപ്പോഴത്തെ മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിമാരുടെ മാതിരി ഗാന്ധി പേരും ഗാന്ധി തമ്മിൽ യാതൊരു ബന്ധമില്ലല്ലോ. അതുപോലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായ ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇപ്പോഴത്തെ ഈ കോൺഗ്രസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ ഗാന്ധി പേരുമായി ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോൺഗ്രസ് എന്ന് അതിൽ പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ എന്നിരുന്നാലും അവർ അവകാശപ്പെടുന്നവരൊരു ദേശീയ പ്രസ്ഥാനമാണെന്നുള്ളതാണ്, അവരൊരു മതേതര പ്രസ്ഥാനമാണെന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോഴും ഗാന്ധി പ്രതിമയിൽ മാലയിടാനും അല്ലെങ്കിൽ രഘുപതി രാഘവ രാജാറാം പാടാനും ഒക്കെ തെറ്റിയിരിക്കുകയാണ്. കാരണം അവനെ പോലും ശരിക്കും അറിയില്ല എന്നുള്ളത് വേറെ കാര്യം. എന്നിരുന്നാലും അതിനൊക്കെ ഇപ്പോഴും അത്തരം വേഷം കെട്ടുന്നതൊക്കെ നടത്തുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഉത്തരവാദിത്വം. ഈ പ്രസ്താവന വന്നിട്ട് നേരെ ഉത്തരവാദിത്വം ഒരു സംഘടനയുടെ ഒരു യൂത്ത് കോൺഗ്രസിന് നിസ്സാരം മറ്റേ നമ്മള് നേതാക്കൾ വരുന്നത് വരെ സമയം തികയ്ക്കാൻ വേണ്ടി പ്രസംഗിച്ചു പോകുന്ന സാധാ ആട്ടോപ്പ നേതാക്കളല്ല. ചുമതലയുള്ള ഒരു ജില്ലയുടെ ചുമതലയുള്ള അത് യുവജന സംഘടനയുടെ ചുമതലയുള്ള ഒരു നേതാവാണ് ഇത്രയും ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഒരു ഹിന്ദു നേതാവിനെതിരെ ഇത്രയും ഭീഷണി മുഴക്കിയിരിക്കുന്നത് അത് വന്നിട്ട് നേരെ ഇത്രയായില്ലേ. സമാധാനത്തിന്റെ അപ്പോസ്തലന്മാരായി ചമയുന്ന പ്രതിപക്ഷ നേതാവ് എവിടെ? മറ്റേ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എവിടെ? അല്ലെങ്കിൽ അതിന്റെ സമുന്നതനായ നേതാക്കൾ എവിടെ? അവർക്കാർക്കും ഒരു വിഷമവും തോന്നുന്നു. അതാത് സമയത്ത് വോട്ട് കിട്ടാൻ വേണ്ടി വെള്ളാപ്പള്ളി അടക്കമുള്ള ഹിന്ദു നേതാക്കളെ ചെന്ന് സമാധാനിപ്പിക്കുന്നവര് ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിയിട്ട് നേരം ഇതുവരെ ഞാൻ രാവിലെ തൊട്ട് അമ്പലത്തിലായതുകൊണ്ട് ഇന്ന് രാവിലെ എന്തെങ്കിലും പ്രസ്താവന ഉണ്ടോ എന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ ഏതായാലും കണ്ടിട്ടില്ല. ഇതിനെ അപലപിച്ചുകൊണ്ട് ഇത് ചെയ്തത് തെറ്റായി. വെള്ളാപ്പള്ളിയെ പോലൊരു നേതാവ് ഇങ്ങനെ പറയാൻ പാടില്ല.
വെള്ളാപ്പള്ളി പറയുന്നത് യാഥാർത്ഥ്യങ്ങളാണ്. അതല്ലെങ്കിൽ അതിനെ കണക്കുകളെ കൊണ്ടാണ് ഉത്തരം പറയേണ്ടത്. വെള്ളാപ്പള്ളിയെ ഭീഷണിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, കണക്കുകളെ കൊണ്ട് ഉത്തരം പറയണം. ഇവിടെ ഒരു കാലത്ത് അധിക വർഷമായില്ല ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകൾ, പ്രത്യേകിച്ച് ലീഗ് അടക്കമുള്ളവർ ചില പട്ടികകൾ റോഡ് സൈഡിലൊക്കെ പ്രദർശിപ്പിച്ചിരുന്നു. അത് അവർക്ക് സർക്കാർ തൊഴിലുകളിൽ പ്രാതിനിധ്യമില്ല, അല്ലെങ്കിൽ ഇന്നതിൽ. ഹലോ, കേൾക്കുന്നുണ്ടോ? ടീച്ചർ, അതോടൊപ്പം തന്നെ ടീച്ചറിന്റെ പോസ്റ്റിൽ ഒരു കാര്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇത് ഭാരതമാണ്, ഇത് ബംഗ്ലാദേശോ പാകിസ്ഥാനൊന്നുമല്ല. ഇത്തരം പരാമർശങ്ങൾ നടത്താൻ കൃത്യമായ നടപടി ഉണ്ടാകേണ്ടതിന്റെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് കീഴിലുള്ള ആഭ്യന്തര വകുപ്പാണ് കൃത്യമായ നടപടി എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ യാതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും. കാരണം ചില യാഥാർത്ഥ്യങ്ങൾ വെള്ളാപ്പള്ളിയെ പോലുള്ളവർ പറയുമ്പോൾ, അതല്ലെങ്കിൽ ഹൈന്ദവ സംഘടന നേതാക്കൾ പറയുമ്പോൾ ഉടനെ അറസ്റ്റ് എന്ന ഭീഷണിയുമായി വരുന്നവരാണ്. പണ്ട് ഒരു നഷ്ടപരിഹാരം കൊടുത്തതിൽ, മരണത്തിന് നഷ്ടപരിഹാരം കൊടുത്തതിലല്ല, ആ ഒരു ഇംബാലൻസ് ചൂണ്ടിക്കാണിച്ചതിനെതിരെ വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മളാരും മറന്നിട്ടില്ല. അങ്ങനെ പല പല കാര്യങ്ങൾ ഹിന്ദു സംഘടനാ നേതാക്കളുടെ ഭാഗത്തുനിന്ന് യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉടനെ കേസെടുക്കും, അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കുന്നവര് നേരെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇസ്ലാമിക സമൂഹത്തിന് അവഗണനയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായ കണക്കുകൾ വെച്ച് പറയുമ്പോൾ അതിപ്പോ ആരുമായിക്കോട്ടെ, എല്ലാ ഇസ്ലാമിക സംഘടനാ നേതാക്കളും അവർ റോഡപകടങ്ങളിൽ പോലും നിശ്ചിത ശതമാനം മുസ്ലിങ്ങൾ ഉൾപ്പെടണം എന്ന് പറയത്തക്ക നിലവാരത്തിലേക്ക് എല്ലാറ്റിന്റെയും ശതമാന കണക്ക് പറഞ്ഞവരാണ്. എന്നിട്ട് അവരെ എന്തേ വർഗീയവാദി എന്ന് വിളിക്കാത്തത്? അവരുടെ മേലെന്റെ കരിയോയിൽ ഒഴിക്കണമെന്ന് പറയാത്തത്? അപ്പൊ അവര് പറയുന്നതൊക്കെ യാഥാർത്ഥ്യം. മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യം, ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യം. ഇവിടുത്തെ ഹിന്ദു പീഡിപ്പിക്കപ്പെട്ടാ പോരാ, അത് പറയാനും അവന് പാടില്ല. അദ്ദേഹം പറഞ്ഞത് വാസ്തവല്ലേ? മലപ്പുറത്ത് ഒരു കോളേജ് ഒഴികെ എന്തുണ്ട് SNDP എന്ന് ചോദ്യത്തിന് എന്താണ് ഒരു ഉത്തരം പറയാനുള്ളത്? ഒരു പെരിന്തൽമണ്ണയിലെ കോളേജ് ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞല്ലോ, കഴിഞ്ഞ 10 വർഷമായി ഒന്നും കിട്ടിയിട്ടില്ല. ഒരു കോളേജാണ് പറയുന്നത്. ഇത്രയും വലിയൊരു സംഘടനയ്ക്ക് ഒരു കോളേജ്, അവിടെ എയ്ഡഡ് കോളേജുകളിൽ ലീഗ് അടക്കമുള്ള അല്ലെങ്കിൽ അവിടുത്തെ മുസ്ലിം സമൂഹത്തിന് എയ്ഡഡ് കോളേജുകളും എയ്ഡഡ് സ്കൂളുകളും എത്രയുണ്ട്? അപ്പൊ ഇദ്ദേഹത്തിന് ഈ ഒരു സ്കൂൾ വെച്ചിട്ട് അത് വെച്ച് വെട്ടി താഴ്ത്തിയിരുത്താൻ ചിന്തിക്കുന്നത് നിങ്ങൾ തെറ്റിപ്പോയി. അതെന്നെ പറഞ്ഞത് ഇത് ഭാരതമാണ്, പാകിസ്ഥാനോ ബംഗ്ലാദേശോ ആണ് ഹിന്ദു പീഡനം നടത്താമെന്നോ ഹിന്ദുവിനെ ചുട്ടുകൊല്ലാമെന്നോ ഹിന്ദുവിനൊക്കെ ഇപ്പൊ കരിയോയിൽ ഒഴിക്കണമെന്നേ പറയുള്ളൂ. നാളെ അദ്ദേഹം എന്താ പറയുക, പെട്രോൾ ഒഴിച്ച് കൊള്ളി വെക്കണമെന്നാണ്. ഇപ്പൊ ബംഗ്ലാദേശിൽ അതാണ് നടക്കുന്നത്. ഹിന്ദു യുവാക്കളെ പെട്രോൾ ഒഴിച്ച് കൊള്ളി വെക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് കരിയോയിൽ ഒഴിക്കണമെന്നാണെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് പെട്രോൾ ഒഴിച്ച് കത്തിക്കണമെന്ന് തന്നെയാണ്. അത് നടക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് മലപ്പുറത്തെ എണ്ണം കണ്ടുകൊണ്ട് അത്തരം അഹങ്കാരം കൊണ്ട് ആരും വരണ്ട. അത്തരത്തിൽ ഒരു ഹിന്ദു നേതാവിനെയും വിട്ടുകൊടുക്കില്ല. അവരെല്ലാം ചേർത്ത് പിടിക്കാനുള്ള സംവിധാനം ഇന്ന് ഹൈന്ദവ സമൂഹത്തിന്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീമതി ശശികല ടീച്ചർ, ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശിവദാസിലേക്ക് പോവുകയാണ്. ശിവദാസ്, ടീച്ചർ പറഞ്ഞത് കേട്ടല്ലോ, ഒരു ഹൈന്ദവ നേതാവും ഇത്തരത്തിൽ വേട്ടയാടപ്പെടാൻ പാടില്ല. അത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ, അതിനൊരു ശ്രമം നടന്നാൽ ആ നേതാവിനെ, ആരെയായാലും ഒറ്റപ്പെടുത്തി ആ വേട്ടയാടപ്പെടുന്ന ഹൈന്ദവ നേതാവിനെ ചേർത്ത് പിടിക്കും. അക്കാര്യം തന്നെയാണ് ടീച്ചർ പറഞ്ഞു വെക്കുന്നത്. രാഖി ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഏത് നേതാക്കളെ ആണ് കൂട്ടം തിരിഞ്ഞ് ആക്രമിച്ചാലും അവരെ ചേർത്ത് പിടിക്കും, അവരെ അത്തരത്തിൽ ആക്രമിക്കാൻ ഇത് തന്നെയാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ ഉദാഹരണങ്ങൾ സഹിതമാണ് ടീച്ചർ ഈ കണക്കുകളടക്കം അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിൽ പെരിന്തൽമണ്ണയിൽ മാത്രമാണ് SNDPക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉള്ളത്. സമാനമാണ് NSSന്റെയും അവസ്ഥ. ഇക്കാര്യങ്ങളെല്ലാം തന്നെയാണ് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലും അത് കൃത്യമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. മലപ്പുറത്ത് വന്ന സമയത്താണ് വെള്ളാപ്പള്ളി നടേശൻ അത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ നടത്തിയത്. പിന്നീട് കൃത്യമായി തന്നെ അത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പല ഇടങ്ങളിലും വെള്ളാപ്പള്ളി നടേശൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ മുസ്ലിം സംഘടനകളും എല്ലാം തന്നെ വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോൾ കൂട്ടമായി ആക്രമിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി തന്നെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ രംഗത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ശശികല ടീച്ചറും വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരായ ആക്രമണത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. കൃത്യമായി തന്നെ ശശികല ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ മറുപടി തന്നെ വളരെ കൃത്യമായി തന്നെ ഉണ്ട്. ഇത് പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ഭാരതമാണ്, ഇവിടെ അത്തരത്തിൽ കൂട്ടമായി ആക്രമിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോൾ കൃത്യമായ സംരക്ഷണം നൽകും എന്ന് തന്നെയാണ് ആ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അത്തരത്തിൽ കൃത്യമായ സംരക്ഷണം നൽകാനുള്ള ശക്തി, കരുത്ത് ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്
വ്യക്തമാകുന്നത്. ശരി ശിവദാസ്, എന്തായാലും വെള്ളാപ്പള്ളി നടേശനെതിരായ പ്രകോപന പരാമർശത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഹിന്ദു ഐക്യവേദി രംഗത്ത് എത്തിയത്. എണ്ണത്തിന്റെ വണ്ണം കണ്ട ഹാലാണ് എങ്കിൽ അത് വേണ്ട എന്നാണ് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ പറഞ്ഞു വെക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ശിവദാസ് കന്മനമാണ് മലപ്പുറത്ത് നിന്ന്.